കത്തോലിക്ക സഭ ദരിദ്രരുടെ സഭയാണെന്നും എല്ലായ്പ്പോഴും ദരിദ്രരോട് പക്ഷം ചേരണമെന്നും ആടിൻ്റെ മണമുള്ള ഇടയനാകണമെന്നുമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സഭാ ശുശ്രൂഷകരോടുള്ള ആഹ്വാനങ്ങളൊക്കെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും മറ്റൊന്നല്ല, ദരിദ്രരുടെ സഭയാകണമെന്ന് ആവശ്യപ്പെട്ട മാർപ്പാപ്പ. ആടിൻ്റെ മണമുള്ള ഇടയനാകണമെന്ന് ഓർമ്മപ്പെടുത്തിയ മാർപ്പാപ്പ. സ്മെൽ ലൈക്ക് എ ഷീപ്പ് എന്നാണ് ഷെപ്പേർഡ്സ് എന്നറിയപ്പെടുന്ന സഭാ ശുശ്രൂഷകരോട് മാർപ്പാപ്പ പറഞ്ഞത്. സാധാരണ മനുഷ്യരുടെ ജീവിതത്തോട് കൂടുതൽ അടുക്കാനും അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. തൻ്റെ ജീവിത ശൈലി കൊണ്ട് തന്നെ അദ്ദേഹം എളിമയുള്ള ജീവിതത്തിന് മാതൃക നൽകി എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ് എന്ന കാര്യത്തിൽ സംശയലേശമില്ലാതെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയുമല്ലേ. അതോടൊപ്പം തന്നെയും ഞാൻ കൂട്ടിച്ചേർക്കേണ്ട മറ്റു ഏതാനും ചില കാര്യങ്ങളുണ്ട്. സഭയിലെ സാമ്പത്തിക അഴിമതി, ലൈംഗിക പീഡനങ്ങൾ, വിശ്വാസ വിരുദ്ധത എന്നിവയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്തതും ശക്തവുമായ നടപടികൾ കൊണ്ട് കത്തോലിക്ക സഭയുടെ നവീകരണത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയ പങ്കുവഹിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. അദ്ദേഹം സ്ഥാപിച്ച സമിതികൾ സഭാഭരണത്തില് സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്താനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിശ്രമങ്ങളുടെ ഭാഗമായിരുന്നു. സിനഡാലിറ്റിയെക്കുറിച്ചുള്ള ആഗോള കത്തോലിക്ക സഭയുടെ 3 വർഷങ്ങൾ നീണ്ടുനിന്ന വത്തിക്കാൻ സിനഡ് സമ്മേളനം സഭാ നവീകരണത്തിനായി വിളിച്ചു ചേർക്കപ്പെട്ടതാണ് എന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 2024 ഒക്ടോബർ മാസത്തിൽ അവസാനിച്ച സിനഡ് സമ്മേളനം, സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് സമ്മേളനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരിക, നവീകരണത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്ക് പുതുജീവൻ നൽകി. സഭയെയും വിശ്വാസികളെയും മാത്രമല്ല, ലോകം മുഴുവനെയും ഫ്രാൻസിസ് മാർപ്പാപ്പ നവീകരണത്തിനായി പ്രചോദിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇത്രയും വലിയ ഒരു ജനസഞ്ചയം, ഒരു ജനസമുദ്രം, ഇത്രയും വലിയ ഒരു പുരുഷാരം പ്രിയപ്പെട്ടവരെ ഇന്ന് വത്തിക്കാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് വത്തിക്കാൻ ചത്വരം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം വലിയ സേവനമാണ്, എത്രമാത്രം വലിയ ശുശ്രൂഷയാണ് കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സകല ജനങ്ങൾക്കും നൽകിയത് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലായി മാത്രം നമുക്കിതിനെ കാണാനും സാധിക്കും. മൂന്നാമതായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന എന്ന് കൂട്ടിച്ചേർക്കേണ്ട കാര്യം ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടവും ദരിദ്രരോടുള്ള കരുണയുമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലളിതമായ ജീവിതവും ദരിദ്രരോടുള്ള പക്ഷം ചേരലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള ഇടപെടലുകളും മാതൃകാപരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ലളിതമായ ജീവിതം കൊണ്ടും വിനീതമായ സമീപനം കൊണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. അപ്പസ്തോലിക് പാലസ് അഥവാ വത്തിക്കാൻ കൊട്ടാരം എന്ന സാധാരണയായി മാർപ്പാപ്പമാർ താമസിക്കാറുള്ള വസതി വേണ്ടെന്ന് വെച്ച് ലളിത ജീവിതം നയിക്കാനുള്ള ആഗ്രഹത്തോടെ വത്തിക്കാനിലെ ഡൊമോസ് സാങ്ത മാർത്തയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ 12 വർഷക്കാലത്തെ മാർപ്പാപ്പയായുള്ള തൻ്റെ ജീവിതം നയിച്ചത്.